ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 16-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കുക. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മക്കദോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമൊത്രൊക്കയിലേക്കും പിറ്റേന്നാൾ നവപൊലിക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. ഇത് മക്കദോന്യയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമക്കാർ കുടിയേറി പാർത്തതുമാകുന്നു. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവക്കത്ത് ഇരുന്നു. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. തുയഥൈര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പിൻ എന്ന് അപേക്ഷിച്ച് ഞങ്ങളെ നിർബന്ധിച്ചു. നമുക്കെല്ലാവർക്കും ചെയ്ത് പരിചയമുള്ള കാര്യങ്ങൾ വീണ്ടും ചെയ്യുവാൻ ആണ് താല്പര്യം. പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല. 1-ാം മിഷണറി യാത്രയിൽ പൗലോസും ബർന്നബാസും പോയ സ്ഥലങ്ങളിൽ വീണ്ടും പോയി അവിടെ പ്രസംഗിക്കണം എന്നായിരുന്നു പൗലോസിൻ്റെയും ശീലാസിൻ്റെയും താല്പര്യം. എന്നാൽ ദൈവം പറഞ്ഞു, അല്ല, നിങ്ങൾ ഇതുവരെ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായി ഈ പ്രാവശ്യം വേറെ ചില സ്ഥലങ്ങളിലേക്ക് പോകണം. അതിൽ 1-ാമത്തെ സ്ഥലം മക്കദോന്യയായിരുന്നു. ഏഷ്യയിലേക്ക്, അതായത് 1-ാം മിഷണറി യാത്ര നടത്തിയ സ്ഥലത്തേക്ക് പോകാൻ ആയിരുന്നു പൗലോസിൻ്റെ താല്പര്യം. പക്ഷേ പരിശുദ്ധാത്മാവ് തന്നെ തടഞ്ഞു. മക്കദോന്യയിലേക്ക് പോയിരിക്കുന്നു. താൻ 1-ാം മിഷണറി യാത്രയിൽ പോയ സ്ഥലങ്ങളിലൊക്കെ യഹൂദന്മാരുടെ പള്ളിയുണ്ടായിരുന്നു, സിനഗോഗ് ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് യഹൂദന്മാരുടെ സിനഗോഗ് ഉണ്ടായിരിക്കണമെങ്കിൽ അവിടെ ഇത്ര എണ്ണത്തിലധികം യഹൂദ പുരുഷന്മാരുണ്ടായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അത്രയും ആളുണ്ടെങ്കിൽ അവിടെ ഒരു സിനഗോഗ് തുടങ്ങാം. അത് 8 or 10 ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. എന്നാൽ പൗലോസും ശീലാസും തിമോത്തിയോസും ലൂക്കോസും ചേർന്ന സംഘം ഫിലിപ്പിയിൽ വന്നപ്പോൾ അവിടെ ഒരു സിനഗോഗില്ലായിരുന്നു. കാരണം അവിടെ അധികം യഹൂദന്മാർ ഇല്ലായിരുന്നു. എന്നാൽ യഹൂദന്മാരില്ലായിരുന്നു എങ്കിലും ഈ പട്ടണം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതിന് ചില കാരണങ്ങളുമുണ്ട്. റോമക്കാർ കുടിയേറിപ്പാർത്ത പട്ടണം എന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് വായിക്കുന്നു. റോമിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ആളുകൾ ഇവിടെ വന്ന് താമസിച്ചതാണ് എന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ വേറെ ഒരു രസകരമായ കാര്യം, ഇറ്റലിയിൽ നിന്നും വളരെ ദൂരെയുള്ള ഈ ഫിലിപ്പിയ പട്ടണം റോമിലെ ചക്രവർത്തിക്ക് അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉപകാരം ചെയ്തു. യുദ്ധത്തിൽ അദ്ദേഹത്തെ സഹായിച്ചു. ചക്രവർത്തി വളരെ സന്തുഷ്ടനായി ഈ പട്ടണത്തിലുള്ളവർക്കൊരു സമ്മാനം കൊടുത്തു. ആ സമ്മാനം ഇതാണ്: ആ പട്ടണത്തിൽ താമസിക്കുന്ന എല്ലാവരും, ആ സമയത്ത് ആ പട്ടണത്തിൽ താമസിച്ചിരുന്ന എല്ലാവർക്കും റോമൻ പൗരത്വം കൊടുത്തു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഇത് ഇത്ര വലിയ കാര്യമാണോ എന്ന്. അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് റോമൻ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിൻ്റെ പൗരൻ എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ്.
പൗലോസ് അത് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് അമേരിക്കൻ പാസ്പോർട്ട് കിട്ടുക, അമേരിക്കൻ പൗരത്വം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അതുപോലെയായിരുന്നു അന്ന് റോമൻ പൗരത്വം. അപ്പോൾ റോമിൽ നിന്നും വളരെ ദൂരെയുള്ള ഫിലിപ്പിയിലുള്ള എല്ലാവർക്കും റോമൻ പൗരത്വം കൊടുത്തു. അതുകൊണ്ട് ഇത് വലിയൊരു പ്രധാനപ്പെട്ട പട്ടണമാണ്. എന്നാൽ ഈ പട്ടണത്തിൽ സിനഗോഗില്ല. പൗലോസും കൂടെയുള്ളവരും സിനഗോഗുകളിൽ പോയി ആദ്യം യഹൂദന്മാരോട് നസ്രായനായ യേശുവാണ് നിങ്ങളുടെ മശീഹ എന്ന് പ്രസംഗിക്കും. ഒരാഴ്ച പ്രസംഗിക്കും, രണ്ടാമത്തെ ആഴ്ച പ്രശ്നം തുടങ്ങും, മൂന്നാമത്തെ ആഴ്ച അവിടെ അടിപിടിയാകും. പൗലോസും കൂടെയുള്ളവരും ജാതികളായ ആളുകളുടെ അടുത്ത് പോയി അവരോട് സുവിശേഷം പറയും. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഫിലിപ്പിയിൽ അത് ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം അവിടെ ഒരു സിനഗോഗ് ഇല്ല. അപ്പോൾ എന്തു ചെയ്യും? ശബത്ത് നാളിൽ പള്ളിയിൽ പോകണമെന്നുള്ളതാണ് ഇവരുടെ പ്രാക്ടീസ്. പക്ഷെ അതിന് നിവൃത്തിയില്ല. അപ്പോൾ എന്തു ചെയ്യും? അവർ പ്രാർത്ഥനാസ്ഥലം കാണുമായിരിക്കും. ഒരു ഗോപുരത്തിന് പുറത്തു പോയി അവർ നോക്കി എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ ആ പട്ടണത്തിലുള്ള ഗോപുരത്തിൻ്റെ പുറത്ത് വന്ന് എവിടെയെങ്കിലും യഹൂദ മതാനുസാരികൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് നോക്കിയതായിരിക്കും. അവർ അങ്ങനെ വിചാരിച്ച് പുഴവക്കത്തിരിക്കുകയാണ്. അവരൊന്നും കണ്ടില്ല. അപ്പോൾ അവിടെ കൂടി വന്ന സ്ത്രീകളോട് അവർ സംസാരിച്ചു. ഇതിലെന്താണ് ഇത്ര വലിയ കാര്യം? ഇതൊരു വലിയ കാര്യമുണ്ട്. നമ്മൾ ഓർക്കണം, പൗലോസ് ഒരു പരീശനായിരുന്നു. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം പഠിപ്പിക്കുന്ന ശാസ്ത്രി. ഈ പൗലോസ് പരീശനായിരിക്കുന്നത് കൊണ്ട് പരസ്യമായി ഒരിക്കലും താൻ ഒരു സ്ത്രീയോട് സംസാരിക്കില്ല. അതേ കാരണം കൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് പൗലോസ് ഇതുവരെ ഒരു പരസ്യ സ്ഥലത്ത് വെച്ച് ഒരു സ്ത്രീയോട് സംസാരിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ ഇപ്പോൾ അവിടെ കൂടി വന്ന സ്ത്രീകളോട് താൻ ആദ്യമായി സംസാരിച്ചു. എന്താണ് സംസാരിച്ചത് എന്ന് നമുക്കറിയാം. ആ സംസാരം കേട്ട ഒരു സ്ത്രീയെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നു. തുയധൈര്യക്കാരിയായ രക്താംബരം വിൽക്കുന്ന ലുദിയ എന്നു പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ. അപ്പോൾ ലുദിയയുടെ പേര് നാം കാണുന്നു, തുയധൈര്യക്കാരിയാണ്. ഏഷ്യക്കാരിയാണ്, ഏഷ്യ മൈനറിലുള്ളതാണ്. കാരണം നമുക്ക് വെളിപ്പാട് പുസ്തകം ആദ്യത്തെ അധ്യായങ്ങളിൽ വായിക്കുന്ന 7 സഭകളിലൊന്നാണ് തുയധൈര്യം. അവിടുന്നുള്ള ആളാണ് ലിദിയ. അവളുടെ കച്ചവടം തുണിക്കച്ചവടമാണ്, പ്രത്യേകിച്ച് ചുമന്ന നിറത്തിലുള്ള തുണി. ആ ചുമന്ന നിറമുള്ള ഡൈ കടലിൽ നിന്നും കിട്ടുന്ന ഒരു ജീവിയുടെ തൊണ്ടിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് നദീതീരത്തൊക്കെ ഈ ബിസിനസ് നടക്കുന്നത്. എനിവേ, വളരെ പണക്കാരിയായ ഈ സ്ത്രീ ദൈവവചനം കേട്ടു. അവൾ പൗലോസ് പറഞ്ഞ സുവിശേഷം കേട്ടപ്പോൾ നമ്മുടെ വായിക്കുന്നത്, കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. പൗലോസ് ഒരുപക്ഷെ ചിന്തിച്ച് കാണും, ഏഷ്യയിൽ പോയിരുന്നില്ല, അവിടെ സിനഗോഗ് ഉണ്ടായിരുന്നു, അവിടെ നമുക്ക് ഈസി ആയിട്ട് ആളുകളോട് പോയി പറയാമായിരുന്നു. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്പണിങ് കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഈ സ്ത്രീയുടെ ഹൃദയം ദൈവം തുറന്നു. ഇതുവരെ സിനഗോഗിലുള്ള പുരുഷന്മാരോട് മാത്രമാണ് പൗലോസ് സംസാരിച്ചിരുന്നത്. നിങ്ങളിൽ ചിലരെങ്കിലും കൊച്ചിയിലുള്ള സിനഗോഗ് കണ്ടു കാണും. അവിടെ പോയാൽ അവിടുത്തെ ഗൈഡ് പറയും, പുരുഷന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്, സ്ത്രീകൾക്ക് പ്രത്യേകം വേറൊരു സ്ഥലമുണ്ട്, അവിടെ സ്ത്രീകൾ ഇരിക്കാൻ പാടുള്ളൂ. ഇന്ന് ആ സിനഗോഗ് വർക്കിംഗ് അല്ല എന്ന് വെച്ചാൽ അവിടെ ആരാധനയോ പ്രാർത്ഥനയൊന്നുമില്ല. കാരണം അവിടെ ആകെ ഒരു ജൂത സ്ത്രീ മാത്രമേ ജീവനോടെ ഉള്ളൂ. എന്നാൽ ഇവിടെ പൗലോസ് ഒരു സ്ത്രീയോട് സുവിശേഷം പറയാൻ നിർബന്ധിതനായി. ദൈവം ആ സ്ത്രീയുടെ ഹൃദയം തുറന്നു. അവൾ സുവിശേഷം വിശ്വസിച്ചു. എങ്ങനെ അറിയാം അവൾക്ക് ശരിയായ മാറ്റമുണ്ടായി എന്ന്? അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നു പാർപ്പിൻ എന്ന് അപേക്ഷിച്ച് ഞങ്ങളെ നിർബന്ധിച്ചു. അവൾ വിശ്വസിച്ചു, സ്നാനമേറ്റു. അവളും കുടുംബവും വിശ്വസിച്ചു, സ്നാനമേറ്റു. അവളുടെ ഹൃദയം കർത്താവ് തുറന്നു. പക്ഷേ അതിൻ്റെ അടയാളമായി അവൾ സ്നാനപ്പെടുക മാത്രമല്ല, അവളുടെ വീട് ദൈവദാസന്മാർക്ക് വേണ്ടി തുറക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പ്രത്യേകം ശ്രദ്ധിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഒന്ന്, പൗലോസിനെ കൊണ്ട് ചില കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ ആദ്യമായി ദൈവം ചെയ്യുകയാണ്.
ഒന്നാമത്, യഹൂദന്മാരില്ലാത്ത, സിനഗോഗ് ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി സുവിശേഷ പ്രവർത്തനം നടത്തുകയാണ്. അതാദ്യമാണ്. രണ്ടാമത്, ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത്, സുവിശേഷം പറയുന്നത് ആദ്യമായാണ്. മൂന്നാമത്, ആദ്യമായി യഹൂദനല്ലാത്ത ഒരാളുടെ വീട്ടിൽ പോയി താമസിച്ച് അയാളുടെ ആതിഥ്യം സ്വീകരിക്കുന്നത്, അതും ആദ്യമാണ്. ലുദിയയുടെ വീട്ടിൽ പോയി പൗലോസും സംഘവും അന്ന് താമസിച്ചു. അപ്പോൾ ദൈവം നമ്മുടെ മുമ്പിൽ ചില തടസ്സങ്ങൾ കൊണ്ടുവരുന്നത് നമ്മൾ പുതിയ ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ്. അല്ലാതെ എല്ലാ തടസ്സങ്ങളും പിശാച് കൊണ്ടുവന്നതാണ് എന്ന് പറയണ്ട. പരിശുദ്ധാത്മാവ് നമ്മെ തടയും, ചില വഴിക്ക് പോകുവാൻ നമ്മെ അനുവദിക്കില്ല. കാരണം വേറെ ചില വഴിക്ക് പോയി ചില പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന് കീഴടങ്ങിയിരുന്നാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്, ആളുകൾ അനുഗ്രഹം പ്രാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.